Okay. Amit. Present. Anirudh. Anirudh. Present. Karthik. Sanmesh. Ladin. Present. Shahzad. Shahzad. ഇല്ല. മുബ്താസിം. Present. അസഫ്. Present. ഫർദീൻ. Present. ഫത്തേഹ്. സമ. Present. സിയാൻ. 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 നിഷാഗ്. നിഷാഗ്. Present. നിവേദ്. Present, miss. പ്രത്യുഷ്. Present, miss. രാഹുൽ. Present, miss. സരുൺ. Present, miss. സൗരാഗ്. Present. സൗരവ്. സൗരവ്. സൗരവ് ഇല്ല. ശ്രീരാഗ്. ഓക്കെ. വിഷ്ണു. Present, miss. വിഷ്ണു എൻ. ധർമ്മേഷ്. സിയാൻ ജോയിൻ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആകാശുമില്ല, സൗരവുമില്ല. ആകാശ്, സൗരവ് ആബ്സെന്റീസ്. ആകാശ്, സൗരവ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആയിരുന്നു അല്ലെ? കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ അതിന്റെ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ്. സ്ക്രീൻ കാണുന്നില്ല. കാണുന്നില്ല? കാണുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തത് ഇന്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് അല്ലെ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു രീതിയിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളതാണ് അല്ലെ? തന്നിരിക്കുന്ന നമുക്ക് ടി എന്ന് പറയുന്ന പാരാമെട്രിക് ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിലേക്ക് മാറ്റുക. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ഇസ് ഈക്വൾ ടു 3t y ഈക്വൾ ടു ടി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സെഡ് ബാറിനെ നമ്മൾ എക്സിന്റെയും വൈന്റെയും ഫോമിലേക്ക് മാറ്റി അതിൽ എക്സും വൈയും നമ്മൾ ടിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ടിയുടെ റേഞ്ച് കൊടുത്തു. ഓക്കെ. എല്ലാം നമുക്ക് ടി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറി. ടിയുടെ റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എന്ത് ചെയ്തു? ഇന്റഗ്രേഷൻ ചെയ്തു. അതാണ് സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഒരു വേരിയബിളിലേക്ക് അതിനെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സെക്കൻഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇന്റഗ്രൽ ഫ്രം 0 to 2 plus i z bar the whole square dz. അത് രണ്ട് പാത്തിലൂടെ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്തത് 2y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പാത്ത്. ഇത് ഏതും ആദ്യം ചെയ്യാട്ടോ. ഇതാണ് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പാത്തില് എങ്ങനെയാ ചെയ്തത്? 2y ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 2y ആയതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് സെഡിനെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2i xy ആയിരുന്നു. അതിൽ എക്സിന് നമ്മൾ 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പൊ നമുക്ക് എഫ് ഓഫ് സെഡിനെ ഒരു വൈയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു വൈ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാത്രമായിട്ട് കിട്ടി. ദെൻ ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ആയിരുന്നു. അപ്പൊ നമുക്ക് ടു വൈ ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ടു ഡി വൈ ഈക്വൽ ടു ഡി എക്സ് കിട്ടി. അപ്പൊ ഡി എക്സിന് പകരം എന്ത് ചെയ്തു, ടു ഡി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതും ഡി വൈയിലേക്കുള്ള ഒരു വേരിയബിളിലേക്കുള്ള ഫംഗ്ഷൻ ആയിട്ട് മാറി. അപ്പൊ നമുക്ക് പിന്നെ അതിന്റെ ലിമിറ്റ്, നമ്മൾ എല്ലാം വൈന്റെ ലിമിറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ വൈയുടെ ലിമിറ്റ് വൈ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യാന്നുള്ളത് നോക്കി. ദെൻ എല്ലാം എഫ് ഓഫ് സെഡിന് പകരം ആ ഒരു നമുക്ക് നേരത്തെ കൺവേർട്ട് ചെയ്ത ആ വൈയുടെ ഒരു ഫംഗ്ഷൻ എഴുതി, ഡി സെഡിന് പകരം ഡി വൈയുടെ ഒരു ഫംഗ്ഷൻ എഴുതി എന്ത് ചെയ്തു, നമ്മുടെ കോൺസ്റ്റൻസ് ഒക്കെ ഔട്ട്സൈഡ് എടുത്തു, ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദ റിയൽ ആക്സിസ് ഫ്രം 0 to 2 ആൻഡ് ദെൻ വെർട്ടിക്കലി ടു 2 പ്ലസ് ഐ. അതായത് 0 മുതൽ 2 എന്ന് പറയുന്ന 0 എക്സ് ആക്സിസിൽ 0 റിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ 0 മുതൽ 2 വരെയും പിന്നെ അവിടുന്ന് വെർട്ടിക്കലി ടു 2 പ്ലസ് ഐ എന്ന് പറയുന്ന പോയിന്റ് വരെ. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെയാണ് നമ്മുടെ പാത്ത്. ആ പാത്തിനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ മുതൽ ഇവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്തു, പിന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്തു. ആദ്യം ഒ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്തു, പിന്നെ എ ബി എന്ന് പറയുന്ന പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. പിന്നെ ടോട്ടൽ എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ ബി എന്ന് പറയുന്ന ഇന്റഗ്രേഷന്റെ വാല്യൂ ആയിരിക്കും. അപ്പൊ ഒ എ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത്, ഒ എ എന്ന് പറയുന്നതിൽ എക്സ് ആണ് 0 മുതൽ 2 വരെ വേരി ചെയ്യുന്നത്, വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് 0 ആണ്. അപ്പൊ അതൊക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് എന്ത് ചെയ്തു, അതിന്റെ ആൻസർ കിട്ടി. ദെൻ എ ബി എന്ന് പറയുന്ന ഈ ഒരു പാത്തില് എക്സ് 0 മുതൽ എക്സ് എന്ന് പറയുന്നത് 2 മുതൽ 2 വരെ വേരി ചെയ്യുന്നില്ല. എക്സ് എന്ന് പറയുന്നത് 2 ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. വൈ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ വൈ ആണ് അവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ വൈ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാം നമ്മൾ വൈയിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ. ഡി എക്സിനെ നമ്മൾ വൈയിലേക്ക് കൺവേർട്ട് ചെയ്തു, എഫ് ഓഫ് സെഡ് നമ്മൾ വൈയിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ. നമുക്ക് എക്സ് എന്ന് പറയുന്നത് 2 ആണ്, 2 സ്ക്വയർ എന്ന് കൊടുത്തു, വൈക്ക് വൈ തന്നെ കൊടുത്തു, എക്സിന് 2 കൊടുത്തു, എല്ലാം വൈയിലേക്ക് കൺവേർട്ട് ചെയ്തു, വൈയുടെ ലിമിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് ഒ എ ബി എന്ന് പറയുന്ന ആ പാത്തിലെ ടോട്ടൽ എന്ന് പറയുന്നത് ഒ എ വരെയുള്ള ഇന്റഗ്രേഷൻ പ്ലസ് എ ബി വരെയുള്ള ആ ഒരു പാത്തിലെ ഇന്റഗ്രേഷൻ. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 14 + 11/3 ഐ ആണ് നമ്മുടെ ആൻസർ കിട്ടിയത്. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Evaluate integral over C imaginary of z square dz where C is the triangle with the vertices 0, 1, I in counterclockwise direction. Okay. Evaluate integral over C imaginary of z square dz. ഇതാണ് നമുക്ക് ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ. ഇതിനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഏത് പാത്തില്? ആ സി എന്ന് പറയുന്ന പാത്ത് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ് വിത്ത് വേർട്ടിസസ് 0, 1, I. 0, 1, I എന്ന് പറയുന്ന വേർട്ടിസസ് ഉള്ള ഒരു ട്രയാങ്കിളില്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഫിഗർ എങ്ങനെയാ ഉണ്ടാവുക നോക്കാം. 0യും 1ഉം ഐയും വേർട്ടിസസ് ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ അല്ലെ. 0 എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, 1 എന്ന് പറയുന്നത് ഇതായിരിക്കും, ദെൻ I എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും അല്ലെ. 0 ഇത്, 1 ഇത്, I എന്ന് പറയുന്ന പോയിന്റ് ഇത്. അപ്പൊ ഇത് വേർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാകുന്നത്. ഒ എ ബി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ 0 മുതലാണ് ഇത് തുടങ്ങുന്നത്. 0 മുതൽ എയിലെത്തി, ദെൻ ബിയിലെത്തി, പിന്നെ ഒയിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പൊ ഒരു ക്ലോസ്ഡ് എന്താ പറയാ ഒരു ട്രയാങ്കിൾ അവിടെ കൺസ്ട്രക്ട് ചെയ്തു. അപ്പം ഈ ഒരു പാത്തിലാണ് നമുക്ക് ഇതിന്റെ ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പാത്തിൽ നമുക്ക് ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ എഫ് ഓഫ് സെഡിന്റെ സ്ഥാനത്താണ് ഇമാജിനറി ഓഫ് സെഡ് വന്നിട്ടുള്ളത് അല്ലെ. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരെന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിട്ടാണോ? വിഷ്ണു 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 ഒന്ന് മ്യൂട്ട് ചെയ്തേ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ വിഷ്ണു. ഓൺ ചെയ്തിട്ട് പോവാണ് ചെയ്യുന്നത്.
ഓക്കെ, ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ ഡി സെഡ് ഇതിനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് വരിക. അപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ അല്ലെ. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ. അപ്പൊ ഇമാജിനറി ഓഫ് എക്സ് സെഡ് എന്ന് പറയുന്നത് എന്താ, എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇമാജിനറി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം അല്ലേ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. അപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ട്, അതാണ് ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ ഇമാജിനറി പാർട്ട് ഏതാ, ഏതാ? ഈ ഒരു ഇത് റിയൽ പാർട്ടും ഇത് ഇമാജിനറി പാർട്ടും നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ട് എന്നാണ്. അപ്പൊ ഇത് വെച്ച് തന്നെ ചെയ്യാൻ നോക്കരുത്, ഇത് ഓർക്കണം കേട്ടോ. ഇമാജിനറി ഓഫ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് സെഡ് സ്ക്വയറിന്റെ ഇമാജിനറി പാർട്ട് അതാണോ, അതാണ് നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഐന്റെ കൂടെ വരുന്നത് ആരാ, 2xy ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്തെടുത്തു, 2xy ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഈ OAB എന്ന് പറയുന്ന ട്രയാങ്കിളിലാണ് ഇതിന്റെ ഒരു ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നത്. OAB എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ ഈ പാത്തിനെ സ്പ്ലിറ്റ് ചെയ്തു അല്ലെ. ആദ്യം OA എന്ന് പറയുന്ന ഈ പാത്തിൽ അതിന്റെ ഇന്റഗ്രേഷൻ നോക്കും, ദെൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ദെൻ AB എന്ന് പറയുന്ന പാത്തിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ദെൻ BO എന്ന് പറയുന്ന പാത്തിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തതായിരിക്കും ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അല്ലടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ OA എന്ന് പറയുന്ന പാത്തിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്, ഈ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ OA എന്ന് പറയുന്ന പാത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം അല്ലെ, എക്സ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നുണ്ട്. എക്സ് 0 മുതൽ 1 വരെ പോകുന്നുണ്ട്. വൈ എന്ന് പറയുന്നതോ 0 മുതൽ 0 വരെ. വൈ 0 ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക ചെയ്യുന്നത്. അപ്പൊ വൈ ഈക്വൽ ടു 0 ആയിട്ട് തന്നെ നിൽക്കുക, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ dy എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് 0. അപ്പൊ നിങ്ങൾ വിചാരിക്കും എക്സും 0യും 1ഉം അല്ലേ, പിന്നെ ഇങ്ങനെ എന്തുകൊണ്ടാണ് അത് കോൺസ്റ്റന്റ് ആന്ന് പറയാത്തതെന്ന്. എക്സ് 0 മുതൽ 1 വരെ പോകുന്നുണ്ട്, എക്സിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പാത്തില്, അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്സ് വേരിയബിൾ ആണ്. പക്ഷെ വൈ എന്ന് പറയുന്നത് മാറുന്നേ ഇല്ല, വൈ എന്ന് പറയുന്നത് അതേ പോയിന്റ് തന്നെ, വൈക്ക് ഒരു മാറ്റം വരുന്നില്ല. അപ്പൊ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് dy 0 ആയിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, എക്സ് 0 മുതൽ 1 വരെ അതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് ഒക്കെ എക്സിന് വരുന്നുണ്ട്. എക്സ് ഇങ്ങനെ വേരിയബിൾ ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. എക്സ് 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ 0യും 1ഉം കാണുമ്പോൾ അതും കോൺസ്റ്റന്റ് അല്ലേ, അതുകൊണ്ട് 0 എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിക്കരുത്, dxന് 0 എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിക്കരുത്. മനസ്സിലായോ? മനസ്സിലായോടോ? ഓക്കെ, അപ്പം എക്സ് 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ് ഇവിടെ വേരി ചെയ്യുന്നുണ്ട്, വേരിയബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ dx വേരിയബിൾ ആണ്, dxന് മാറ്റം വരില്ല. y 0 ആയത് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്, 0 മുതൽ 0 തന്നെ ആവുന്നുള്ളൂ, 0ക്ക് ഒരു മാറ്റം വരുന്നില്ല, 0 തന്നെ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് dy എന്ന് പറയുന്നത്, അതിന്റെ കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പൊ dy 0 ആയിരുന്നത്. ഓക്കെ, അപ്പം dz നെ നമുക്ക് എങ്ങനെ എഴുതാം, dx പ്ലസ് ഐ dy എന്ന് എഴുതാം അല്ലെ. ഇപ്പൊ dx എന്ന് പറയുന്നത് dx തന്നെ, i ഇൻറ്റു dy എന്ന് പറയുന്നത് എന്താ, 0 ആണ്. അപ്പൊ i ഇൻറ്റു dy, i ഇൻറ്റു 0 0 ആയിപ്പോ. അപ്പൊ dz ഈക്വൽ ടു dx എന്ന് കിട്ടി, dz ഈക്വൽ ടു dx എന്ന് കിട്ടി. അപ്പം എഫ് ഓഫ് സെഡും നമുക്ക് മാറ്റി നോക്കാം. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 2xy ആയിരുന്നു അല്ലെ, 2xy ആയിരുന്നു. അപ്പൊ 2 ഇൻറ്റു എക്സ് ഇൻറ്റു y എന്താ ഇവിടെ 0 അല്ലേ, വൈയുടെ വാല്യൂ 0 ആണല്ലോ. എക്സ് മാറുന്നുണ്ട്, എക്സ് വേരിയബിൾ തന്നെ, വൈയുടെ വാല്യൂ 0 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വൈക്ക് 0 അപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്ത് കിട്ടി, 0 കിട്ടി. ഓക്കെ അല്ലേ? അപ്പം ഇന്റഗ്രൽ ഓവർ OA എന്ന് പറയുന്ന ആ ഒരു കർവില് ഇന്റഗ്രൽ ഓവർ OA എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇന്റഗ്രൽ ഫ്രം എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ വേരിയബിൾ കൊടുത്തു. എഫ് ഓഫ് സെഡ് എന്തായിരുന്നു, 0 ആയി. ഡി സെഡ് എന്ന് പറയുന്നത് എന്താ, dx. അപ്പം ഇന്റഗ്രൽ ഓവർ 0 dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 തന്നെ അല്ലെ. ഇന്റഗ്രേഷൻ ഓവർ 0 അല്ലേ. അപ്പൊ ആൻസർ എത്ര കിട്ടിയത്, OA എന്ന് പറയുന്ന ഈ ഒരു പാത്തില് ഈ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ, അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് പറഞ്ഞോ, 2x into 0 2x into 0 അല്ല, അതെങ്ങനെ 2x വന്നു? അതായത് എഫ് ഓഫ് സെഡ് അല്ലേ,
എഫ് ഓഫ് സെഡ് ഇതാ നമ്മുടെ എഫ് ഓഫ് സെഡ് 2x y അല്ലേ? അപ്പൊ 2x ഇൻറ്റു വൈക്ക് പകരം 0y 0 ആണല്ലോ, വൈക്ക് പകരം 0. 2x ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് 0 കിട്ടിയല്ലോ, ഇതൊക്കെ അല്ലേ? ഇപ്പൊ എഫ് ഓഫ് സെഡിന് 0 കൊടുത്തു. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇപ്പൊ 0 കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ 0 dx വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് എ ബി എന്ന് പറയുന്ന, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ കണ്ടു. ഇനി നമുക്ക് എ ബി എന്ന് പറയുന്ന പാത്തിലാണ് നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എ ബി എന്ന് പറയുന്ന പാത്തിൽ. അപ്പൊ എ ബി എന്ന് പറയുമ്പോൾ നോക്ക്, എക്സ് ഫസ്റ്റ് എക്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്? 1 to 0. 1 മുതൽ 0 വരെ. അത് 0 to 1 എഴുതാൻ പാടില്ലേ? അപ്പൊ ലിമിറ്റിന്റെ നെഗറ്റീവ് സൈൻ വരും. അപ്പം എക്സ് 1 to 0 വരെ വേരി ചെയ്യുന്നുണ്ട്. y എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നുണ്ട്. അത് ഓർക്കണേ, അത് മാറിപ്പോയല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ കേസാ വരുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വെർട്ടിക്കലോ ഒരു ഹൊറിസോണ്ടലോ ഒരു ലൈൻ അല്ല ഇതുള്ളത്, ഇതൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിന്റെ എന്തറിയണം? ലൈനിന്റെ ഇക്വേഷൻ അറിയണം. ഇത് കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ പറയാൻ പറ്റുമോ? ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക? അതായത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടോ വെർട്ടിക്കൽ ആയിട്ടോ ഉള്ള ഒരു ലൈൻ അല്ലല്ലോ ഇത്. ഇതിന് രണ്ടും വേരി ചെയ്യുന്നുണ്ട്, എക്സും വേരി ചെയ്യുന്നുണ്ട്, വൈയും വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലിമിറ്റ്, നമുക്ക് എക്സും വേരി ചെയ്യുന്നുണ്ട്, വൈയും വേരി ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇന്റഗ്രേഷനിൽ ഒരു വേരിയബിളിലേക്ക് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, n പോയിന്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാലോ. ഇവിടെ 2 കോർഡിനേറ്റ് പോയിന്റ്സ് തന്നിട്ടില്ലേ? അപ്പൊ ഒരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? x1 y1 ഒരു പോയിന്റും x2 y2 എന്ന് പറയുന്നത് വേറെ പോയിന്റും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ +2 ക്ലാസ് പഠിച്ചിട്ടില്ലേ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്? ഇല്ലടോ. x minus x1 divided by x2 minus x1 is equal to y minus y1 divided by y2 minus y1. ഇല്ലേ? ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടില്ലേ? അതായത് ഇതാണ്, ഇത് x1 y1 ഇത് x2 y2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് x1 എന്ന് പറയുന്നത് 1, x minus 1 ഡിവൈഡഡ് ബൈ x2 minus x1, 0 minus 1. വേണമെങ്കിൽ സൈഡിൽ എഴുതിക്കോ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇത് കണ്ടാൽ പറയാം ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താ, നിങ്ങൾക്ക് കണ്ടാലും പറയാം. നിങ്ങൾ സൈഡിൽ വേണമെങ്കിൽ എഴുതിക്കോ. ഈ ഒരു 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിന്റെ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാന്നുള്ളത്. എക്സ് മൈനസ് x1 എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ x1 y1 ആയിട്ട് എടുക്കുന്നത്, ഇതാണ് x2 y2 ആയിട്ട് എടുക്കുന്നതെങ്കിൽ x മൈനസ് x1 ആയിട്ട് ഏതെടുക്കുക? 0. x മൈനസ് 0 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് ഇത് 1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു y മൈനസ് ഇതാണ് y1 എന്ന് പറയുന്നത്, y മൈനസ് 1 ഡിവൈഡഡ് ബൈ y2, 0 മൈനസ് 1. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടുക? ഒന്ന് പറഞ്ഞ് ചെയ്തിട്ട് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ആ ലൈനിന്റെ ഇക്വേഷൻ പറ. വേഗം പറയടോ, ഒന്ന് ചെയ്തേ. x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1. അതൊന്ന് ചെയ്തിട്ട് ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ പെട്ടെന്ന് പറ. ഞാൻ ഒരു ടൈം തരാം, വേഗം പറഞ്ഞോ. കിട്ടിയോ? എടാ കിട്ടിയോ?
എത്ര കിട്ടിയേ? അതിന്റെ ഇക്വേഷൻ പറഞ്ഞേ. equal to 1 ആണോ? എങ്ങനെയാ? x plus y equal to 1 ആണോ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 അല്ലെ? ആൻസർ കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ് നമുക്ക് കിട്ടുക. ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ് കിട്ടുക. അത് സൈഡിൽ ഇത് എങ്ങനെ കിട്ടിയതെന്ന് അറിയുന്നില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്യാട്ടോ. നിങ്ങൾ എക്സ് മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ വൈ ടു മൈനസ് വൈ വൺ. അത് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് എഴുതാലോ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആകുമ്പോൾ വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ്. അപ്പൊ ഡി വൈ ഈക്വൽ ടു എന്ത് വരും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ഈക്വൽ ടു 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് ഡി എക്സ് അല്ലെ? ഡി വൈ ഈക്വൽ ടു മൈനസ് ഡി എക്സ് എന്ന് വരും. അപ്പൊ ഡി സെറ്റിനെ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? ഡി സെഡ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ അല്ലെ? ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഓക്കെ, അപ്പൊ ഡി എക്സ് തന്നെ, ഡി വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? മൈനസ് ഡി എക്സ് കൊടുക്കുക. എല്ലാം ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. 2 വേരിയബിൾ വേണ്ട, നമുക്ക് ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ലൈൻ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരുള്ളൂ? ഒറ്റ ഒരു വേരിയബിൾ മാത്രമേ വരാൻ പറ്റുള്ളൂ. നമുക്ക് ലൈൻ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ലൈൻ ഇന്റഗ്രലിൽ ഒരു വേരിയബിൾ മാത്രമേ വരാൻ പാടുള്ളൂ. നിങ്ങൾ 2 വേരിയബിൾ വെച്ചിട്ട് നിങ്ങൾ ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ലൈൻ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ലൈൻ ഇന്റഗ്രേഷനിൽ ഒരൊറ്റ വേരിയബിൾ മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെ? ലൈൻ ഇന്റഗ്രേഷനിൽ ഒരു വേരിയബിൾ, ആ ഒരു വേരിയബിളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വൈ ആണ്. അപ്പൊ 2 വേരിയബിൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്നിലേക്ക് മാറ്റുക. അപ്പൊ ഇവിടെ ഡി വൈക്ക് നമ്മൾ ഡി എക്സ് മൈനസ് ഡി എക്സ് എന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഡി വൈക്ക് വേറെ എന്ത് കൊടുക്കുക? മൈനസ് ഡി എക്സ് കൊടുക്കുക. അപ്പൊ ഡി എക്സ് മൈനസ് ഐ ഡി എക്സ് എന്ന് വരും. ഇവിടെ നമുക്ക് ഡി എക്സ് കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1, ഇവിടെ ഒരു മൈനസ് ഐ, 1 മൈനസ് ഐ, ഡി എക്സ് ഇൻറ്റു 1 മൈനസ് ഐ എന്ന് കിട്ടും. ക്ലിയർ ആണോടോ? dy ഈക്വൽ ടു മൈനസ് ഡി എക്സ് എന്ന് പറഞ്ഞുതരുമോ? dy ഈക്വൽ ടു മൈനസ് ഡി എക്സ്, അതായത് y ഈക്വൽ ടു 1 മൈനസ് എക്സ് അല്ലേ? ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? dy എന്ന് വരും. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy ബൈ ഡി എക്സ് എന്ന് വരും. വൈനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഡി എക്സ്. 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1. അപ്പൊ മൈനസ് 1 ഇവിടെ വരും. വേണമെങ്കിൽ ഇവിടെ സൈഡിൽ ചെയ്തോ. അതായത് y ഈക്വൽ ടു 1 മൈനസ് എക്സ് ആണ് ഇവിടെ വരിക. അതിന് നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇത് dy ബൈ ഡി എക്സ് വരും. റൈറ്റ് സൈഡിൽ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് 0 മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1, 0 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1. അതായത് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ആണ് കിട്ടിയത് അല്ലേ? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1. അങ്ങനെയാണെങ്കിൽ dy ഈക്വൽ ടു എന്ത് പറയാം? ഈ ഡി എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കൂടെ നമുക്ക്? മൈനസ് 1 ഇൻറ്റു ഡി എക്സ്, അതായത് മൈനസ് ഡി എക്സ് എന്ന് വരും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ തന്നെ dy, ഇത് dy ആകും, ഇത് dx ആകും. അങ്ങനെ ഓർത്താലും മതി. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും പെട്ടെന്ന് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത് dy ആകും, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx ആകും. ഇവിടെ 2 ഒക്കെ ആണെങ്കിൽ 2 എന്ത് വരും? 2dx എന്ന് വരും. ഇവിടെ 2x ആണെങ്കിൽ എന്ത് വരും? 1 മൈനസ് 2x ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരും? മൈനസ് 2dx എന്ന് വരും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു dxനെ മാറ്റുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതവിടെ ഇവിടെ 2y ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു y എന്നുള്ളത് dy ആകും, എക്സ് എന്നുള്ളത് dx ആകും. അതും ഇതുപോലെ തന്നെയാ. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാ വരിക. ആ dx നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവന്നതാ. അതാണ് 2dy ഈക്വൽ ടു dx എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് വെച്ചിട്ട് 2 സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2 ഇൻറ്റു dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1. അപ്പൊ ഈ താഴെയുള്ള dy ബൈ ഡി എക്സിന്റെ ഈ dx എന്നുള്ളത് തന്നെ അപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ 1 ഇൻറ്റു dx ആകും. അത്രേ ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടോ? ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടെയായിരുന്നു? ഇത് ഇപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 1 മൈനസ് എക്സ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy ഈക്വൽ ടു 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് dx.
ഓക്കെ, അപ്പം ഡി സെഡ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ആയിരുന്നു. ഡി എക്സിന് ഡി എക്സ് തന്നെ കൊടുത്തു. ഐ ഇൻറ്റു ഡി വൈക്ക് നമ്മൾ എന്ത് കൊടുത്തു? മൈനസ് ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഐ ഇൻറ്റു ഡി വൈക്ക് പകരം മൈനസ് ഡി എക്സ് ഇവിടെ ചെയ്തത്. അപ്പൊ എല്ലാം ഒന്നിലേക്ക് മാറി, എക്സിന്റെ ടേമിലേക്ക് മാറി. ഇപ്പൊ എക്സും വൈ എന്നുള്ളത് എക്സിലേക്ക് മാറി, ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഡി എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കിയുള്ളത് 1 മൈനസ് ഐ ആണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് ഇപ്പൊ എല്ലാം എക്സിലേക്ക് മാറി. അപ്പൊ നമുക്ക് എക്സിന്റെ ഇനിയിപ്പം എഫ് ഓഫ് സെഡിനെ നമുക്ക് ഒരു വേരിയബിളിലേക്ക് മാറ്റണം. അപ്പൊ ഡി സെഡിനെ നമ്മൾ ഡി എക്സിലേക്കാണ് മാറ്റിയത്. അപ്പൊ എഫ് ഓഫ് എക്സിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? എക്സ് ഉള്ള ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റണം. എക്സ് മാത്രമായിട്ടുള്ള ഈ വൈനെ മാറ്റിയിട്ട് എക്സ് മാത്രമുള്ള ഫംഗ്ഷനിലേക്ക് മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാ എഫ് ഓഫ് സെഡ്? നമ്മുടെ 2xy ആണ് നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് സെഡിന് നമുക്ക് ഈ ഒരു ടേമിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെഡ് ഇക്വൽ ടു 2xy ആണ്. 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. 1 മൈനസ് എക്സ് ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പം 2x ഇൻറ്റു വൈക്ക് വരും 1 മൈനസ് എക്സ് കൊടുക്കുക. ഇത് ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x മൈനസ് 2x സ്ക്വയർ എന്ന് കിട്ടി. അപ്പം എഫ് ഓഫ് സെഡും എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറി. അപ്പം ഇന്റഗ്രൽ ഓവർ എ ബി എന്ന് പറയുന്ന ഈ ഒരു പാത്തിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രൽ ഓവർ എ ബി എന്ന് പറയുന്ന ലൈനിൽ അതിന്റെ ഇന്റഗ്രേഷൻ ആ ഒരു കർവില് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഏതാ? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായി മാറി? 2x മൈനസ് 2x സ്ക്വയർ ആയി. ഡി സെഡ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ട ഡി എക്സ് ഇൻറ്റു 1 മൈനസ് ഐ അല്ലെങ്കിൽ 1 മൈനസ് ഐ ഇൻറ്റു ഡി എക്സ് ആയി മാറി. ഓക്കെ, അപ്പൊ ഇതെല്ലാം എക്സിലേക്ക് മാറി. അപ്പൊ ഇനി നമുക്ക് ആരുടെ ലിമിറ്റാ കൊടുക്കേണ്ടത്? എക്സിന്റെ ലിമിറ്റ് അല്ലേ കൊടുക്കേണ്ടത്? ഈ ടേം എല്ലാം എക്സിലേക്ക് മാറി, എക്സിന്റെ വേരിയബിൾ ആയിട്ട് മാറി ഈ ഒരു ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ആ എക്സിന്റെ ലിമിറ്റ് കൊടുക്കണം. എക്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യും നോക്കണം. വൈ നമുക്ക് കൺസിഡർ ചെയ്യണ്ട. അപ്പം എക്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യാന്ന് ഫിഗറിൽ നോക്ക്. എക്സ് എവിടെ മുതലാ പോകുന്നത്? 1 മുതൽ 0 വരെ. 1 to 0 ആണ് എക്സ് വേരി ചെയ്യുന്നത്. അപ്പൊ 1 to 0 അല്ലേ? അപ്പൊ 0 to 1 എഴുതാൻ പാടില്ല കേട്ടോ. ഇന്റഗ്രേഷന്റെ ലിമിറ്റ് അപ്പൊ തിരിഞ്ഞു വരും. മൈനസ് നെഗറ്റീവ് ആഡ് ചെയ്ത് വരുമല്ലോ, ഒന്ന് എക്സ്ട്രാ വരും. അപ്പം 1 to 0 ആണ് പോകുന്നത്. എക്സ് 1 മുതൽ 0 വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഏതാ? എക്സ് വേരീസ് ഫ്രം 1 to 0. അപ്പൊ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അല്ല, ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് 0യും. അപ്പൊ ഇന്റഗ്രൽ ഓവർ 1 to 0 എഫ് ഓഫ് സെഡിന് പകരം 2x മൈനസ് 2x സ്ക്വയറും ഡി സെഡിന് പകരം 1 മൈനസ് ഐ ഇൻറ്റു ഡി എക്സും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഈ 1 മൈനസ് ഐ കോമൺ അല്ല, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്തു. ഇന്റഗ്രൽ ഫ്രം 1 to 0 2x മൈനസ് 2x സ്ക്വയർ ഡി എക്സ്. ഇവിടെ സ്ക്വയർ ഇല്ല കേട്ടോ. 2x സ്ക്വയർ ഡി എക്സ്. അപ്പൊ അതിന് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് ഐ ഇൻറ്റു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് വരും 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്വയർ ഇവിടെ ഇല്ല കേട്ടോ. ഇത് ഇല്ല കേട്ടോ, ഈ ഒരു സ്ക്വയർ ഇല്ല. ഇതേ ഉള്ളൂ, ജസ്റ്റ് എഴുതിയപ്പോൾ വന്നു പോയതാ. 2x മൈനസ് 2x സ്ക്വയർ എന്നേ ഉള്ളൂ. ഇത് തന്നെ ഉള്ളൂ, താഴോട്ട് വരുള്ളൂ. ഓക്കെ, അപ്പം 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സിന് ഇന്റഗ്രേറ്റ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2 എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 മൈനസ് ഐ ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം 0 ആണ് കൊടുക്കേണ്ടത്, ഓർക്കണേ. അപ്പൊ ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എക്സ് സ്ക്വയർ മാത്രമാണ് ഉള്ളത്. ഇവിടെ 2/3 എക്സ് ക്യൂബ്, പിന്നെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. 1 മൈനസ് ഐ ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ 0 ആണ് ആദ്യം കൊടുക്കുന്നത്. എക്സ് സ്ക്വയറിന് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് ഇവിടെ എക്സ് ക്യൂബിന് 0 കൊടുക്കുമ്പോൾ അതും 0 കിട്ടി. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ്. ഇനി മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് എക്സിന് 1 കൊടുക്കുക. എക്സ് സ്ക്വയറിന് 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1 മൈനസ് 2/3 ഇൻറ്റു 1 ക്യൂബ് മൈനസ് 2/3 ഇൻറ്റു 1 അല്ലെ. അപ്പൊ 1 മൈനസ് ഐ ഇൻറ്റു ഇതെന്ത് വരും? മൈനസ് 1 പ്ലസ് 2/3 മൈനസ് 1 പ്ലസ് 2/3 അതായത് 1 മൈനസ് ഐ ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് മൈനസ് 1/3. അതായത് ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 പ്ലസ് ഐ എന്ന് വരും. -1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും നമുക്ക് എ ബിയിലുള്ള അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ആ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ അല്ലേടോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു ലൈൻ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഈ ട്രയാങ്കിൾ ടൈപ്പിലൊക്കെ എന്തായാലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത് ഇനിയോ നമുക്ക് കംപ്ലീറ്റ് ട്രയാങ്കിൾ ആവണമെങ്കിൽ ഇനി നമുക്ക് ഒരു പാത്തും കൂടി ഉണ്ട് അല്ലെ. ഇവിടെ നമ്മൾ ഇവിടെ വരെ എത്തിയുള്ളൂ. ഒ എ എ ബി ഇത്ര എത്തിയുള്ളൂ. ഇനി ഇതും കൂടെ കംപ്ലീറ്റ് ആവണ്ടേ? ഇനി ബി ഒ. അപ്പൊ നിങ്ങൾ ഒ ബി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് എടുക്കാൻ പാടില്ല. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒ എ എ ബി പിന്നെ ബി ഒ, അല്ലെങ്കിൽ ലിമിറ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ബി ഒ എന്നുള്ളത് നിങ്ങൾക്ക് ഒ ബി എന്ന് എടുക്കാൻ വേണ്ടി പാടില്ല. മനസ്സിലായോ? അപ്പൊ ബി ഒ എന്ന് പറയുന്ന ആ ഒരു പാത്തിൽ നമുക്ക് ഇനി അതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ,
എലോങ് ബിഒ എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ നമുക്ക് അതിന്റെ ഇന്റഗ്രേഷൻ എന്താ കണ്ടുപിടിക്കാം. അപ്പം അതിൽ എക്സ് ബിഒ എന്ന് പറയുന്ന ഈ ഒരു ലൈനിൽ നമുക്ക് എക്സും വൈയും എങ്ങനെ വേരി ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എക്സ് ഒരു ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ഇവിടെ ഒരു വേരിയബിൾ മാത്രമേ മാറുന്നുള്ളൂ, മറ്റേ വേരിയബിൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ കേസിൽ നമുക്ക് രണ്ടും വേരിയബിൾ ആയിരുന്നു, രണ്ടും മാറുന്നുണ്ട്. എക്സിന്റെ വാല്യൂ മാറുന്നുണ്ട്, വൈന്റെ വാല്യൂ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഈ ഒരു കേസിലും ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എടോ മനസ്സിലാവുന്നുണ്ടോന്ന്? ഓക്കെ. അപ്പം ഈ ഒരു കേസിൽ ബിഒ എന്ന് പറയുന്ന കേസിൽ എക്സിന്റെ വാല്യൂ 0 മുതൽ 0 വരെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക ചെയ്യുന്നത്, അല്ലെ? എക്സ് മാറുന്നില്ല, 0 മുതൽ 0 വരെ തന്നെ എക്സ് കോൺസ്റ്റന്റ് 0 ആയിട്ട് നിൽക്കുക. വൈ എന്ന് പറയുന്നത് 1 to 0, 1 മുതൽ 0 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ വൈ ആണ് വേരിയബിൾ, വൈ ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പൊ നമ്മുടെ എഫ് ഓഫ് സെഡിനെയും വൈയിലേക്ക് മാറ്റണം, ഡി സെഡിനെയും വൈയിലേക്കാണ് മാറ്റേണ്ടത്, അല്ലെ? വൈയുടെ ലിമിറ്റ് അല്ലേ മാറുന്നുള്ളൂ, എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഫ് ഓഫ് സെഡിനെയും ഡി സെഡിനെയും ഒക്കെ വൈയിലേക്ക് മാറ്റുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ എലോങ് ബിഒ എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് നിൽക്കുകയാണ്, എക്സ് 0 ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ 0 ആയതുകൊണ്ട് ഡി എക്സും 0 ആയി, എക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് 0 ആയതുകൊണ്ട് ഡി എക്സും 0 ആയി. അപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 2xy. അപ്പൊ നേരത്തെ അതേ ഫംഗ്ഷൻ തന്നെ, എഫ് ഓഫ് സെഡ് 2xy തന്നെ. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ 2 into 0 into y which is equal to 0. ഓക്കെ. അപ്പൊ എഫ് ഓഫ് സെഡ് 0 ആയി. എഫ് ഓഫ് സെഡ് 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി സെഡ് ഒന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? ഉണ്ടോ? എഫ് ഓഫ് സെഡ് കണ്ടുപിടിച്ചപ്പോ തന്നെ 0 കിട്ടി. അപ്പൊ എഫ് ഓഫ് സെഡ് ഇൻറ്റു ഡി സെഡ് എന്ന് പറയുമ്പോൾ 0 into ഡി സെഡ് അല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഡി സെഡ് എന്താന്ന് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് നമുക്ക് എന്താ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ, അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് എന്ത് പറയാം? 0 എന്ന് കിട്ടി. വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, വൈന്റെ ഡി സെഡ് എന്തിലേക്ക് മാറി? ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡി സെഡ് എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ആയിരിക്കും. ഡി എക്സ് 0 ആണ്, 0 into ഐ ഡി വൈ എന്നൊക്കെ വരും. അപ്പൊ അത് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം, വേണ്ട ആവശ്യമില്ല, 0 തന്നെ വരുള്ളൂ. എന്തായാലും ആൻസർ 0 വരുള്ളൂ. എഫ് ഓഫ് സെഡ് 0 ആയതുകൊണ്ട് അവിടെ ആൻസർ എത്ര വരും? 0 വരും. ഡയറക്റ്റ് നമുക്ക് 0 എന്ന് എഴുതാം. ഓക്കെ. അപ്പം ഇന്റഗ്രൽ ഓവർ ഒ എ ബി ആയിരുന്നു നമ്മൾ ട്രയാങ്കിള്. ഈ ട്രയാങ്കിളില് ഒ എ ബി, ഈ ഒരു ട്രയാങ്കിളിൽ നമ്മുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ വരെ ഉള്ളത് കണ്ടു, അതേ പ്ലസ് ഇവിടെ വരെ ഉള്ളത് കണ്ടു, അതേ പ്ലസ് ഇവിടെ വരെ ഉള്ളത്. ഈ ഒരു 3 ഇന്റഗ്രൽ വാല്യൂ കൂടെ ആഡ് ചെയ്തായിരിക്കും ഈ മൊത്തം ട്രയാങ്കിളിലുള്ള ഈ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇന്റഗ്രൽ ഓവർ ഒ എ ബി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ ഒ എ എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇന്റഗ്രൽ ഓവർ എ ബി എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇന്റഗ്രൽ ഓവർ ബി ഒ, അത് ഒ ബി എന്ന് എഴുതി പോലെ ഇന്റഗ്രൽ ഓവർ ബി ഒ എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇവിടെ 0 വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ബി ഒ എന്നുള്ളതിന് സൈനിന് ഇമ്പോർട്ടന്റ് ഉണ്ടാവും. ഇവിടെ 0 ഡയറക്റ്റ് വന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവാത്തത്. ഓക്കെ. അപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു കിട്ടിയത്. പിന്നെ എ ബിയിലുള്ള ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 പ്ലസ് i/3 ആണ് കിട്ടിയത്. ഇപ്പൊ ലാസ്റ്റ് കണ്ടുപിടിച്ച ബി ഒയിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയത്. അപ്പൊ ടോട്ടൽ ഓവറോൾ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് -1 പ്ലസ് i/3. ഇതായിരിക്കും നമ്മുടെ ഓവറോൾ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്, ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ്? സിമ്പിൾ ആണ് കേട്ടോ, പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. എന്താണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒരു വേരിയബിൾ മാത്രമേ പാടുള്ളൂ, ഒരു വേരിയബിൾ മാത്രമേ പാടുള്ളൂ എന്ന് ഓർക്കുക. ലൈൻ ഇന്റഗ്രൽ, ലൈൻ ആകുമ്പോൾ ഒരൊറ്റ ഒരു വേരിയബിൾ മാത്രമേ പാടുള്ളൂ. അപ്പൊ എഫ് ഓഫ് സെഡിലൊക്കെ എക്സും വൈയും ഉണ്ടാകും. അപ്പൊ അതിനെ ഒന്നിലേക്ക് മാത്രം മാറ്റുക. അപ്പം എക്സും വൈക്കും ടീയിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ടീയിലേക്ക് മാറ്റുക. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ചെയ്തത്? എക്സും ഒരു ടീയുടെ ഫോമിൽ തന്നിട്ടുണ്ട്, വൈയും ടീയുടെ ഫോമിൽ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും ടീയിലേക്ക് മാറി. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? എക്സിനെ വൈയിലേക്കോ അല്ലെങ്കിൽ വൈനെ എക്സിലേക്കോ, രണ്ടിനെ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനനുസരിച്ച് ഡി സെഡിനെയും കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ലിമിറ്റ് എങ്ങനെയാ മാറുന്നത് നോക്കുക. എന്നിട്ട് സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ?
ഓക്കെ, ധർമ്മേഷ് മനസ്സിലാവുന്നുണ്ടോ ധർമ്മേഷ്?